നമസ്കാരം, ടെക് ട്രെൻഡ്സിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. സോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് iPhone 6. സോ ഏകദേശം ഒരു 5 years എങ്കിലും ആയി കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ സമയത്ത് 2014 ഇറങ്ങിയ സമയത്ത് എടുത്ത ഫോണാണ് ഇത്. അപ്പോൾ ഇത്ര നാൾ ഏകദേശം ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ 5 years എന്ന് പറയാൻ നേരത്ത് തന്നെ എൻ്റെ OS ആണെങ്കിലും സിസ്റ്റം മെമ്മറി ഒരു ടച്ച് ID ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആപ്പിളുകാർ തന്നെ ഒരു അപ്ഡേറ്റ് ഇറക്കിയായിരുന്നു. എനിക്ക് തോന്നുന്നു iOS 11.3 അപ്ഡേറ്റിലായിരിക്കും അവർ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഫീച്ചർ അപ്ഡേറ്റ് അവർ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. സോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും, അതിൻ്റെ ഡിസ്ചാർജ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ്, ബാറ്ററിയുടെ തന്നെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ഞാൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ബാറ്ററിയുടെ ഇത് ഞാൻ ഹെൽത്ത് നോക്കിയപ്പം എൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആ ഒരു സമയത്ത് ഏകദേശം 89% ആയിരുന്നു. അപ്പോൾ ചിന്തിച്ചാൽ 89% വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ ചാർജ് ചെയ്യാനും പണ്ടത്തെ പോലെ തന്നെ ആ ഒരു സ്മൂത്തില്ലാതെ പൊക്കോണ്ടിരുന്നത്, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ. പക്ഷേ ഞാൻ വീണ്ടും ഓരോ 2 മാസം 3 മാസം എടുത്ത് നോക്കാൻ നേരത്തെ ഇത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 2% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു, എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് കാണത്തില്ലേ എന്ന്. അങ്ങനെ കുറഞ്ഞ് ഏറ്റവും അവസാനം 70% വരെ എത്തി എൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോഴേ മനസ്സിലായി സാധനം പോയി, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ സമയമായെന്ന് മനസ്സിലായി. അതിനല്ല പെട്ടെന്ന് കുത്തിയിടാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്ത് തന്നെ സാധനം. ഇപ്പം ഞാൻ കിടക്കാൻ നേരത്ത് ഫുൾ ചാർജ് ഇടുവാണെങ്കിൽ രാവിലെ നോക്കാൻ നേരത്ത് 80% തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കും. യൂസ് ചെയ്തൊക്കെ തന്നെയാണ് കുറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മനസ്സിലായി മാറ്റേണ്ട സമയം ആയെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്, കോട്ടയത്ത് തന്നെയാണ്, നല്ലൊരു കടയാണ് ഈ ആപ്പിൾ പ്രോഡക്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പം അവരുടെ അടുത്ത് പോയി സംഭവമൊക്കെ മാറ്റി പുതിയൊരു ബാറ്ററി എടുത്തു. ഏകദേശം 4500 രൂപയ്ക്ക് പുതിയൊരു ഒറിജിനൽ ബാറ്ററി 1 year വാരൻറ്റിയിൽ സാധനം എടുത്തു. സോ ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം കൂടിപ്പോയി ഒരു 10-15 മിനിറ്റ് എടുക്കത്തുള്ളൂ. സോ 20 മിനിറ്റ് കൊണ്ട് അവർ സംഭവം റെഡിയാക്കി തന്നു. വീട്ടിൽ പോയി നോർമലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാനപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണമായിരുന്നു ഇവർ കറക്റ്റായിട്ട് തന്നെയാണ്, ഇവർ ഒറിജിനൽ ബാറ്ററി 4500 എന്ന് പറഞ്ഞ് എനിക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാറ്ററി പെർസെൻറ്റേജ് ഒന്ന് ഓണാക്കിയായിരുന്നു. ബാറ്ററി പെർസെൻറ്റേജ് ഓണാക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ശതമാനം നമ്മുടെ ബാറ്ററി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്നാൽ ഞാൻ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് അവർ തന്നപ്പോൾ ബാറ്ററി 80%-ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് അത് 60% ആയി. അപ്പോൾ ഞാൻ ചിന്തിച്ചേ ഇതെന്തോ സംഭവം, പെട്ടെന്ന് പുതിയ ബാറ്ററിയൊക്കെ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞാൽ ഉടായിപ്പാണോ എന്ന് എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നോക്കാൻ നേരത്ത് ഓരോ 10 മിനിറ്റിൽ 5% വെച്ച് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുക. യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഫോൺ നെറ്റ് ഓൺ ആക്കിയാൻ വെച്ചു, ഫോൺ ഞാൻ യൂസ് ചെയ്തില്ല, എന്നിട്ടും തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇതെന്തോ സംഭവം എന്തോ ഞാൻ ഒത്തിരി ചിന്തിച്ച് പോയോന്ന്. ഞാനോർത്ത് ബാറ്ററിയുടെ IC അടിച്ചു പോയോ അതോ ബാറ്ററിക്ക് എന്തെങ്കിലും പണി തന്നോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവം ഏറ്റവും അവസാനം യൂസ് ചെയ്ത് തന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആയി. പിന്നെ ചിന്തിച്ച് എന്നാൽ പിന്നെ ഇവരെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പം ഈ കസ്റ്റമർ കെയർ ഈ സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുതിയ ബാറ്ററി അവർ റെസിപ്റ്റൊക്കെ കാണിച്ചായിരുന്നു, 1 year വാരൻറ്റിയുടെ റെസിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം ചെയ്ത് നോക്കിയപ്പം അവർക്കും കുഴപ്പമില്ല, അവരുടെ ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഓർത്ത് എന്നാൽ പിന്നെ നെറ്റിൽ അങ്ങ് സെർച്ച് ചെയ്യാമെന്ന് വെച്ചു. നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ എന്താണെന്ന് മനസ്സിലായത്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും പുതിയൊരു ഐറ്റം, ഒരു പുതിയ സാധനം ഈ ഒരു ഐഫോണിൻ്റെ അകത്ത് വിടാൻ നേരത്ത് കാലിബ്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ ഇത് ഇട്ടപ്പോൾ ഇവർ കാലിബ്രേറ്റ് ചെയ്തില്ല, ബാറ്ററി കാലിബ്രേഷൻ. ഞാൻ പറഞ്ഞില്ല ഇവർ 20 മിനിറ്റ് കൊണ്ട് എനിക്ക് ഫോൺ തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും പുതിയൊരു സിസ്റ്റം ഇടാൻ നേരത്ത് ഇതിൻ്റെ ഫോണായിട്ട് നമ്മുടെ ഉള്ള ഫോണായിട്ടൊന്ന് സംഭവം കാലിബ്രേറ്റ് ചെയ്യണം, എന്ന് പറഞ്ഞാൽ അതൊന്ന് ഈക്വൽ ആക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ കാലിബ്രേറ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ കാലിബ്രേഷൻ ചെയ്യാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോണിന് ഒരു പുതിയ പാർട്ട് ഇടാൻ നേരത്ത് അതൊന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം റോങ് റീഡിങ്സ് ചുരുക്കി പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ റീകാലിബ്രേറ്റ് ചെയ്യണം. സോ ഞാനിന്ന് പറയാൻ പോകുന്ന 4 സ്റ്റെപ്സാണ് ഞാൻ ഫോളോ ചെയ്ത് എൻ്റെ ഫോൺ ബാറ്ററി ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പം ഈ 1, 2, 3 ജസ്റ്റ് ബേസിക് സ്റ്റെപ്പാണ്. 4ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അത് പെർഫോം ചെയ്താലുള്ള കറക്റ്റായിട്ട് റീകാലിബ്രേഷൻ സക്സസ്ഫുൾ ആകുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെറ്റിങ്സ് എല്ലാം ഇറേസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് ഫോൺ സെറ്റിംഗ് എടുക്കാൻ നേരത്ത് ജനറലി പോകുന്ന നേരത്ത് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത് റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ റീസെറ്റ് ആ ഒരു ബട്ടൺ ഞെക്കാൻ നേരത്ത് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ടാബ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഓപ്ഷനാണ് ഇറേസ് ഓൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ ആ സെറ്റിങ്സ് എല്ലാം ഇറേസ് ചെയ്യണം. സോ അത് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് എടുക്കുമായിരിക്കും എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയി വരണമെങ്കിൽ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ്. ഇത് നമ്മൾ ഓഫാക്കി ഇടണം. എന്നാൽ അതെങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ പോകുന്ന നേരത്ത് ജനറലി പോകുന്ന നേരത്ത് അതിൻ്റെ അകത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത് അവിടെ താഴെ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഓഫ് ആക്കിയാൽ മതി. അത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് എനേബിൾഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ ഇതെന്തോന്ന് പറഞ്ഞാൽ ഓരോ 5 നമ്മൾ വൈഫൈയിലോട്ടോ മൊബൈൽ ഡേറ്റയിലോട്ട് കണക്ട് ചെയ്യുന്ന നേരത്ത് ഓരോ 5-10 സെക്കൻഡ് ഇത്ര സെക്കൻഡുകൾ നമ്മൾ ഓൺ ആക്കി വെച്ചേക്കുന്ന ആപ്പെല്ലാം ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ആവും. സോ അങ്ങനെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയും പോവും, നമ്മുടെ കൺസംഷൻ ബാറ്ററി എനർജി
നല്ലതായിട്ട് വലിച്ചുകൊണ്ട് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും, ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. സോ ഇത് ഓഫ് ആക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യണം. സോ ഫോഴ്സ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ അല്ല, ഫോഴ്സ് റീസ്റ്റാർട്ട്. അത് വേറൊരു ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ആപ്സോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഹാങ് ആയി ഷട്ട് ഡൗൺ ഞെക്കിയിട്ട് സാധനം ഷട്ട് ഡൗൺ ആകുന്നില്ല. അപ്പോൾ ഫോഴ്സ് റീസ്റ്റാർട്ട് എന്ന സംഭവമുണ്ട്. ഒരു നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കൺട്രോൾ ഡിലീറ്റ് അടിക്കത്തില്ല പെട്ടെന്ന് സാധനം ഓഫ് ആകാൻ വേണ്ടി. സോ അതുപോലത്തെ ഒരു ഫീച്ചറാണ്. സോ ഇത് iPhone 6 മോഡലിലോട്ട് എനിക്ക് തോന്നുന്നത് iPhone 6 മോഡൽ താഴെയിലോട്ടുള്ള മോഡലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ പവർ ബട്ടനും ഹോം ബട്ടനും ഒരുമിച്ച് പിടിക്കാൻ നേരത്ത് ഫോഴ്സ് റീസ്റ്റാർട്ട് ആവും. പക്ഷേ iPhone 7 തൊട്ട് മുകളിലോട്ടുള്ള മോഡലിൽ വോളിയം ഡൗൺ ബട്ടനും പവർ ബട്ടനും ഒരുമിച്ച് പിടിക്കാൻ നേരത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്, ഫോഴ്സ് റീസ്റ്റാർട്ട് നടക്കുന്നത്. നാലാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും മെയിൻ സ്റ്റെപ്പ്. സോ ഞാൻ പറഞ്ഞായിരുന്നു റീകാലിബ്രേഷൻ എറർ കൊണ്ടാണ് ഇത് സംഭവം ഇങ്ങനെ വരുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ ബാറ്ററി കറക്റ്റായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു റീഡിംഗ് അല്ല കാണിക്കുന്നത്. അപ്പം ഇതെങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞാലാണ്, സോ നമ്മൾ ആദ്യം ഇത്ര സ്റ്റെപ്സ് പെർഫോം ചെയ്തിട്ട് നമ്മൾ ബാറ്ററി കുത്തിയിടുക. എന്ന് പറഞ്ഞാൽ ഫുൾ ചാർജ് ആക്കുക, 100% നമ്മുടെ ബാറ്ററി ചാർജ് ആക്കുക. എന്ന് പറഞ്ഞാൽ റീഡിങ് 100% റീഡിങ് കാണിക്കണം. സോ ഇപ്പോൾ 100% വരെ ചാർജ് ആയി. ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഫോൺ യൂസ് ചെയ്യുക. സോ ഫോൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറഞ്ഞ് പിന്നെ നമുക്ക് കാണാമല്ലോ ഇത്ര ശതമാനമായി 20% ആകുമ്പോൾ ലോ പവർ മോഡ് എനേബിൾ ചെയ്യാൻ പറയും. എനേബിൾ ചെയ്യാതെ സംഭവം കുറഞ്ഞ് സംഭവം ഫോൺ ഓഫ് ആവും. എന്ന് പറഞ്ഞാൽ 1% ആകുന്ന നേരത്ത് ഫോൺ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. സോ ഓഫ് ആകുന്ന നേരത്ത് നിങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ഈ പവർ ബട്ടൺ ഓൺ ആക്കാൻ നോക്കുക. അപ്പോൾ ഓൺ ആക്കാൻ നോക്കുന്ന നേരത്ത് ഇവരൊരു സിമ്പിൾ എഴുതി കാണിക്കും അഡാപ്റ്റർ പ്ലഗ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ ഓൺ ആകത്തില്ലെന്ന്. നിങ്ങൾ വീണ്ടും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഫോൺ ഓൺ ആവും, എന്തായാലും ഓൺ ആവും. കാരണം ആ ബാറ്ററിക്കകത്ത് ഇനി ഇച്ചിരി ചാർജ് ബാലൻസ് ഉണ്ട്. സോ ആ ബാലൻസ് ചാർജിൽ നിന്ന് ഫോൺ ഓൺ ആവും. അപ്പോൾ ഓൺ ആകുന്ന നേരത്ത് വീണ്ടും അപ്പോൾ കാണിക്കും ഇനി എൻ്റെ കേസിൽ 7% ബാക്കി വീണ്ടും ഉണ്ടായിരുന്നു. സോ നിങ്ങൾ വീണ്ടും ഫോൺ റെഗുലറായിട്ട് സാധാരണ രീതി യൂസ് ചെയ്തിട്ട് ആ ചാർജ് 1%ലോട്ട് ഉണ്ടാകുന്ന വീണ്ടും ഫോൺ ഓഫ് ആവും. വീണ്ടും ഒരു 10-15 മിനിറ്റ് ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്ന നേരത്ത് വീണ്ടും ഫോൺ തന്നെ ഓൺ ആവും. ആദ്യം കാണിക്കും ഇങ്ങനെ കുത്തിയിടണമെന്നൊക്കെ, പക്ഷേ അത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ ചെയ്യാൻ നേരത്ത് അതെന്തായാലും ഓൺ ആവും. അപ്പോൾ കപ്പാസിറ്റി കാണിക്കുന്നത് 4% ആയിരിക്കും. 4% ചാർജ് ഇനിയും ബാറ്ററിയിൽ കിടക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന കഴിഞ്ഞാൽ ആ ബാറ്ററിക്കകത്ത് ഉള്ള ചാർജ് എല്ലാം നമ്മൾ തീർക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ 0%ലോട്ട് കൊണ്ടുവരാൻ നമ്മൾ നോക്കുക. സോ ഇതൊരു 3-4 പ്രാവശ്യം ചെയ്യുമ്പം 0%ലോട്ട് ബാറ്ററി എത്തും. സോ ഇത് 0% വരെ എത്തി പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ സാധാരണ രീതിയിൽ ചാർജ് ചെയ്ത് വീണ്ടും 100%ലോട്ട് എത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഫോൺ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 80%, 50% പെട്ടെന്ന് ഡ്രോപ്പ് ഒന്നും പിന്നെ വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് സാധാരണ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പ്രോസസ്സാണ് റീകാലിബ്രേഷൻ പ്രോസസ്സ് തന്നെ. 4ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. എന്നാലും ഉള്ളൂ കറക്റ്റായിട്ട് നമ്മുടെ iPhone സിസ്റ്റത്തിന് മനസ്സിലാകുന്നത് ഈ പുതിയ ബാറ്ററി കറക്റ്റായിട്ടാണ് എല്ലാം വന്നേക്കുന്നത്, കറക്റ്റായിട്ടാണ് കാലിബ്രേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിന് മനസ്സിലാകുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ 4 സ്റ്റെപ്പും ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ iPhone ബാറ്ററി റീകാലിബ്രേറ്റ് ആകുന്നതാണ്. ഈ ഒരു പ്രശ്നം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് നടത്തിയ ഫോണുകൾക്കായിരിക്കും ഈ ഒരു പ്രശ്നം മിക്കതും വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഫോൺ മേടിച്ചുകൊണ്ടാണ് ഈ റീകാലിബ്രേഷൻ ടെസ്റ്റ് ഒന്നും അവർ ചെയ്യാതെ തന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അവർ ഒരു ദിവസം അവരുടെ ഇരുന്ന് സംഭവം ചെയ്യേണ്ട ഒരു പരിപാടി ചെയ്ത് സംഭവം മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.